റോഡരികിലെ കാടിനുള്ളിൽ വിദേശ മദ്യശേഖരം. മലപ്പുറം തിരുവാലിയിലാണ് തൊഴിലുറപ്പ് ജോലിക്കിടെ ഒരു ചാക്ക് കെട്ട് കണ്ടെത്തുന്നു. അമ്പരന്ന് പോയ തൊഴിലുറപ്പുകാർ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണമായിരുന്നു. അതിനിടയിലാണ് കാടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ചാക്ക് കെട്ട് കാണുന്നത്. ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. തുറന്നു നോക്കിയപ്പോൾ അവരുടെ കണ്ണ് തളിത ഈ കാണുന്ന പോലെ 66 കുപ്പി വിദേശ മദ്യമായിരുന്നു. ആരോ ഭദ്രമായി ഒളിപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു അക്കിടി പ്രതീക്ഷിച്ച് കാണില്ല. ഒരു പ്രതികരണം കൂടി. ആദ്യം ഒരു 18 ബോട്ടിലാണ് കണ്ടത്. പിന്നീട് അതൊക്കെ ആളുകളെ അറിയിച്ച് അതിനുശേഷം മറ്റു ചാക്ക് ക്ലിയറാക്കുന്നതിനിടയിലാണ് വേറൊരു ചാക്ക് അരച്ചാക്കോളം വരുന്ന ഒരു മൊത്തം 66 ബോട്ടിലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പോലീസ് വന്നതിന് ശേഷം HS വകുപ്പിനെ അറിയിക്കണം എന്നുള്ളത്. മുബഷിർ പി അക്ബർ വിവരങ്ങൾ നൽകും. മുബഷിർ, സാധാരണ ഇത്തരത്തിലുള്ള ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിലൊക്കെ ഈ കാലിക്കുപ്പിയൊക്കെയാണ് കിട്ടാറ്. ഇപ്പോൾ ഇതാ 66 നിറഞ്ഞ വിദേശ മദ്യ കുപ്പികളാണ് കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു അബദ്ധം ആരെങ്കിലും ഒക്കെ ഇവിടെ ഒന്ന് പരിശോധിക്കും, ഇത്തരത്തിൽ ശുചീകരണം നടത്തുമെന്നും വെച്ചാൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആരാണ് വെച്ചത്? എന്തെങ്കിലും സൂചനയുണ്ടോ പോലീസിന്? ഷിഹാസ്, സാധാരണഗതിയിൽ ഈ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് ചേച്ചിമാരൊക്കെ തന്നെ നമ്മുടെ പരിസരങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കുന്ന വേളയിൽ അവർക്ക് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കിട്ടുന്ന പതിവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ തന്നെ അവർക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ മലപ്പുറം തിരുവാലിയിൽ സംഭവിച്ചത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ തിരുവാലി പഴയ പഞ്ചായത്ത് പടിക്ക് സമീപം ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള കുടുംബശ്രീയുടെ ചേച്ചിമാർ, തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള ചേച്ചിമാർ അവിടെ വൃത്തിയാക്കുന്നുണ്ട്. കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിലാണ് ഈ പഞ്ചായത്ത് പടിക്ക് സമീപത്തു നിന്നും 2 ചാക്ക് ആദ്യഘട്ടത്തിൽ ഇവർ കാണുന്നത്. ഈ 2 ചാക്ക് തുറന്നു നോക്കിയ സമയത്ത് ഒഴിഞ്ഞ കുപ്പികളല്ല, മറിച്ച് പൂർണ്ണമായിട്ടും വിദേശ മദ്യം നിറച്ചു വെച്ച 60 മദ്യക്കുപ്പികൾ, ഏകദേശം ആഭ്യന്തര വിപണിയിൽ വലിയ വില വരുന്ന വിദേശ മദ്യക്കുപ്പികളാണ് ഈ ചേച്ചിമാർ കണ്ടെത്തുന്നത്. ഉടനെ തന്നെ ഇടവണ്ണ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. പോലീസ് അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആരാണ് ഇവിടെ കൊണ്ടുപോയി വെച്ചത്? ഒരുപക്ഷെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മാറ്റി വെച്ചതാണോ, ഒളിപ്പിച്ചു വെച്ചതാണെന്ന സംശയമൊക്കെ തന്നെ പോലീസിനുണ്ട്. അല്ലെങ്കിൽ നിയമം ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും മേഖലയിലെത്തി വിൽപ്പന നടത്താനാകാം ഇത്രയധികം അനധികൃതമായിട്ട് മദ്യക്കുപ്പികൾ വാങ്ങി അവിടെ സൂക്ഷിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ സൂക്ഷിച്ച് രാത്രി സമയങ്ങളിലെങ്ങാനും അവിടെ എത്തി ആ കുപ്പികൾ എടുത്ത് മാറ്റാനായിരുന്നു ഈ സംഘം വിചാരിച്ചിരുന്നത് എന്നുള്ളതാണ് കരുതുന്നത്. പക്ഷേ കുടുംബശ്രീയുടെ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ അത് വളരെ വിദഗ്ധമായിട്ട് കണ്ടെത്തി പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് അവ കസ്റ്റഡിയിലെടുത്തുന്ന അന്വേഷണം നടത്തി വരികയാണ്. ഈ സംഭവത്തിന് ശേഷം ഈ ചേച്ചിമാർ അവരുടെ ജോലി തുടർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പോലീസിനെ വിവരമറിയിക്കണമെന്ന് ഇടവണ്ണ പോലീസ് വിവരം അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും കൃത്യമായുള്ള ഇടപെടൽ, ഈ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുടെ ഇടപെടൽ തന്നെയാണ് ഇക്കാര്യത്തിൽ അതിവിദഗ്ധമായി, നിയമവിദഗ്ധമായി നടത്തിയ ഒരു ഓപ്പറേഷൻ പൊളിക്കാൻ കാരണമായി മാറിയത്. ശരി, മുബഷിർ പി അക്ബറാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.